നമസ്കാരം. രാകേഷ് ദ കൺസൾട്ടൻറ്റ്. ഞാനിന്ന് ഞാൻ എങ്ങനെ ഒരു കൺസൾട്ടൻ്റായി അല്ലെങ്കിൽ എങ്ങനെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി എങ്ങനെ കൺസൾട്ടൻ്റായി മാറി എന്നതാണ് നിങ്ങളോട് പറയുന്നത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായിരുന്നു. 2007 ഡിഗ്രി കഴിഞ്ഞ ശേഷം എന്താണ് ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ജീവിതത്തിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നൊരു ഘട്ടമായിരുന്നെങ്കിൽ പോലും എങ്ങനെ പണം ഉണ്ടാക്കണം, എങ്ങനെയാണ് ഒരു മികച്ച വിജയത്തിലേക്ക് നമ്മൾ സൊസൈറ്റി പറയുന്ന എല്ലാ വിജയങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുക, ഇതൊക്കെ ഏതൊരാളെയും പോലെ ഞാനും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ മൾട്ടിമീഡിയ മേഖലയിൽ കടന്നു വന്നത്. ആ സ്കില്ലുകൾ ഞാൻ നേടിയത്, ആ സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് കൊണ്ട് തന്നെയായിരുന്നു വളരെ കാലം ഇൻകം ജനറേറ്റ് ചെയ്തതും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ പല കാര്യങ്ങൾക്കും പണം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 നമ്മുടെ കൊറോണ വന്നത്. അതിനു മുൻപ് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, മറ്റുള്ളൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് ചെയ്യുക, വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, ഈ ബിസിനസ്സിലേക്ക് ഇന്നോവേഷൻ, അതായത് AI പോലുള്ള റീപ്ലേസ്മെന്റുകൾ വളരെ ഫാസ്റ്റായിട്ട് കടന്നു വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഉണ്ടായിരുന്നു പുതിയ സാധ്യതയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആ അന്വേഷണം പല പല മേഖലകളിലെ പല പല തരം ഫീൽഡുകളിൽ എത്തിച്ചേർന്ന് നിന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ സുഹൃത്തും ബന്ധുവും വഴികാട്ടിയും ഒക്കെ ആയിട്ടുള്ള ഒരാളോട് ഞാൻ എൻ്റെ ആശയത്തെക്കുറിച്ച് സംസാരിച്ചത്. എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, എനിക്കൊരു ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് രൂപപ്പെടുത്തിയെടുത്തത്. എൻ്റെ മൈൻഡ് സെറ്റിലേക്ക് അങ്ങനെ ഒരു ഡോട്ട് ഇട്ട് തന്നു, ഒരു വെളിച്ചം, ഒരു സുഷിരം ഇട്ട് തന്നു. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിലെ തന്നെ വളരെ പ്രമുഖമായ ഒരു സ്ഥാപനത്തിന്റെ കൺസൾട്ടൻ്റായി വന്നത്. അവർ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഒരു കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഏജന്റ് എന്ന രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. എന്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഹെൽത്ത് ആൻഡ് വെൽനസ് പോലെ തന്നെ ലോകത്തിലെ ഏതൊരു ജനത്തിനും ആവശ്യമുള്ള ഒരു മേഖലയാണ് ഫിനാൻസ്. അതിനവരെ സഹായിക്കുക, അവർ പണമുണ്ടാക്കാൻ സഹായിക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുക, സമ്പത്ത് ഉണ്ടാക്കാൻ സഹായിക്കുക. ഇതാണ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ചെയ്യുന്നത്. ആ ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന് ഒരു പ്രോഡക്റ്റ് കൊണ്ടു നടന്ന് വിൽക്കേണ്ടതില്ല, വിലപേശി നടക്കേണ്ടതില്ല. വളരെ വളരെ വലിയൊരു ലോകം പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ലോകം നമ്മുടെ മുന്നിൽ തുറന്നിട്ട് തരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സാധ്യത, നമുക്ക് ആ സ്ഥാപനം നൽകുന്ന സാധ്യതയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം, സ്വന്തം കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം, ടീം ബിൽഡ് ചെയ്യാം. അങ്ങനെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം വിട്ടുകളയേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. വളരെ സംശയത്തോടു കൂടിയും വിജയിക്കുമോ, എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് തുടങ്ങിയ വളരെ വലിയ സംശയത്തോടു കൂടിയിട്ടാണ് തുടങ്ങിയതെങ്കിലും അവർ പറയുന്ന രീതിയിലുള്ള എല്ലാ നേട്ടങ്ങളും കൈവരിച്ച വ്യക്തികളെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞതോടുകൂടി ഞാൻ അതിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചു. അങ്ങനെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുകയല്ല, ഈ നോളജ് ഹോൾഡ് ചെയ്ത് വെക്കുകയല്ല എൻ്റെ ധർമ്മം എന്നുള്ളതും
ആളുകളിലേക്ക്, പരമാവധി ആളുകളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് ഈ ഒരു യൂട്യൂബ് ചാനൽ പോലും പിറവിയെടുക്കുന്നത്. അങ്ങനെയാണ് ഞാനൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി മാറിയത്. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ വലിയൊരു ബൾക്ക് എമൗണ്ട് മുടക്കാൻ എനിക്കില്ലായിരുന്നു. ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ ആയിരുന്ന ഞാൻ, ആ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും ഭയം എന്നെ തടുത്തു നിർത്തിയിരുന്നു. അപ്പോഴും ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു ഞാൻ. അവിടെ നിന്നും ഒരു ബിസിനസ് മാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരെ ചിന്തിക്കുന്നത് പോലെ, ഒരു ഫ്രീലാൻസർ ചിന്തിക്കുന്നത് പോലെ സ്വന്തമായി വർക്ക് ചെയ്ത്, സ്വന്തമായി ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത്, ആ സിസ്റ്റം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അത്തരം ഒരു കോൺസെപ്റ്റ് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നു. അതാണ് ഈ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് എന്ന ഇന്നത്തെ എൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ച് നൽകിയത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുഴുവൻ സപ്പോർട്ടും, ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും മുഴുവൻ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒരു കൺസൾട്ടൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഫ്രീ വെബിനാറുകളുടെ. അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയുടെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലും വെബിനാറിലും ഒക്കെ പങ്കെടുക്കാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ കൺസൾട്ടൻ്റ് ആവാൻ, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആവാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഒന്ന്, പണത്തിൻ്റെ ലഭ്യത കുറവ്. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ മിനിമം ഇന്ന് ഒരു 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വേണമെന്ന സ്ഥിതിയിലാണ് കൊറോണ സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇന്നത്തെ രീതിയിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞു. വിജയം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ഒരു ഇൻകം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞു, അവരെ കൈപിടിച്ച് നടത്താൻ കഴിഞ്ഞു. ഇപ്പോഴും ആ ഇൻകം എനിക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഒരു ലാൻഡ് വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ട്രഡീഷണൽ ബിസിനസ്സിന് വേണ്ടുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ആവശ്യമില്ല. ഒരു 1 മാൻ ആർമിയായി ഇറങ്ങിയാൽ പോലും വിജയം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയിലാണ് ഞാൻ വന്നുപെട്ടത്. അങ്ങനെയാണ് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആവാനുള്ള എൻ്റെ യാത്ര ആരംഭിച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. രാകേഷ് ദ കൺസൾട്ടൻറ്റ്.